നമ്മളൊരു വീട് പണിതിട്ട് ഉടനെയോ അല്ലെ ഒന്നോ രണ്ടോ വർഷത്തിന് ശേഷമോ ഒക്കെ റൈസിംഗ് ഡാംനെസ്സിൻ്റെ പല പ്രശ്നങ്ങളും നമ്മുടെ വീടുകളിൽ ഉണ്ടാവാറുണ്ട്. അതായത് ഈർപ്പം കൊണ്ട് നമ്മുടെ പുട്ടിയും പെയിൻറ്റും ഒക്കെ പൊളിഞ്ഞു പോരുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള 8 കാരണങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പല വീഡിയോകളിലും ആടുകളിലും ഒക്കെ ഈ റൈസിംഗ് ഡാംനെസ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബിറ്റുമിനസ് കോട്ടിങ് പ്ലിന്ത് ബീമിനൊക്കെ ഉള്ളിൽ അടിച്ചു കൊടുക്കുന്ന കാണാറുണ്ട്. ശരിക്കും ഇങ്ങനെയുള്ള ഈ വാട്ടർ പ്രൂഫിംഗ് മെത്തേഡുകളിലൂടെ നമുക്ക് റൈസിംഗ് ഡാംനെസ്സിലെ ഈ 8 കാരണങ്ങളിൽ ഒരെണ്ണത്തിനെ മാത്രമാണ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള 8 കാരണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിലവിലുള്ള വീടുകളിൽ അല്ലെങ്കിൽ പുതിയതായിട്ട് പണിയാൻ പോകുന്ന വീടുകളിൽ നമ്മൾ ഈ റൈസിംഗ് ഡാംനെസ്സിനെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അതുപോലെ നിലവിലുള്ള വീടുകളിൽ ഏത് മെത്തേഡിലൂടെ നമുക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ സുബിൻ തോമസ്, അഷെവിൽ ആർക്കിടെക്ചറിലെ പ്രിൻസിപ്പൽ ഡിസൈനറാണ്. നമ്മുടെ ഭിത്തിക്കുള്ളിലൂടെയും അതുപോലെ തന്നെ കോൺക്രീറ്റിനുള്ളിലൂടെയൊക്കെ വെള്ളത്തിൻ്റെ കോണ്ടാക്റ്റ് അതിലേക്ക് വരുമ്പോൾ വെള്ളം ക്യാപ്പിലറി ആക്ഷൻ വഴി മുകളിലേക്ക് ഉയരുന്നതിനെയാണ് നമ്മൾ ഈ റൈസിംഗ് ഡാംനെസ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഈ മണ്ണൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ കോൺക്രീറ്റോ ബ്രിക്കോ ഒക്കെ ആയിട്ട് ഈ മണ്ണിന് കോണ്ടാക്റ്റ് വരാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ മണ്ണിലുള്ള ഈർപ്പത്തിനെ ഈ ഭിത്തിയും കോൺക്രീറ്റും ഒക്കെ വലിച്ചെടുത്തിട്ട് അത് മുകളിലേക്ക് ക്യാപ്പിലറി ആക്ഷൻ വഴി ട്രാൻസ്ഫർ ചെയ്ത് വിടും. അപ്പോൾ ആ രീതിയിലാണ് ഈ റൈസിംഗ് ഡാംനെസ് ഉണ്ടാകുന്നത്. അത് പിന്നീട് പുട്ടിയും പെയിൻറ്റും ഒക്കെ പൊളിഞ്ഞു പോരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും നമ്മൾ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കോൺക്രീറ്റോ ബ്രിക്കോ ഒക്കെ ആയിട്ട് ഈ മണ്ണോ അല്ലെങ്കിൽ ഈർപ്പമോ കോണ്ടാക്റ്റ് വരുന്നുണ്ടെങ്കിൽ അവിടെ വാട്ടർ പ്രൂഫിങ് ചെയ്ത് ആ ഈർപ്പം ഉള്ളിലേക്ക് കടക്കാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഭിത്തി അബ്സോർവ് ചെയ്ത വെള്ളത്തിനെ മുകളിലേക്ക് ക്യാപ്പിലറി ആക്ഷൻ വഴി പോകാതിരിക്കാൻ വേണ്ടി ക്യാപ്പിലറി ബ്രേക്കർ എന്ന് പറഞ്ഞാൽ DPC പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും നമുക്ക് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 രീതികളാണ്, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ റൈസിംഗ് ഡാംനെസ് ഉണ്ടാവാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഫ്ലോർ ലെവൽസാണ്. നമ്മളിപ്പോൾ പലപ്പോഴും വീട് പണിയുമ്പം നമ്മുടെ ഡ്രോയിങ് റൂമിന് ഒരു ലെവല്, ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും ബെഡ്റൂമും ഒക്കെ വേറൊരു ലെവൽ, അങ്ങനെ പല ലെവൽസിൽ നമ്മൾ ഫ്ലോർ കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പ്ലിന്ത് ബീം എന്ന് പറയുന്നത് നമ്മുടെ ബേസ്മെൻറ്റ് ഒറ്റ ലെവലിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതിനുശേഷം അതിന് മുകളിലേക്ക് ബ്രിക്ക് വർക്ക് ചെയ്തിട്ട് അതിനെ പല ലെവൽസിലായിട്ട് നമ്മൾ ഈ ഫ്ലോറിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ നമ്മൾ ഈ കോൺക്രീറ്റിൻ്റെ മേളിൽ ബ്രിക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മണ്ണ് ഇതിനുള്ളിലേക്ക് ഫില്ല് ചെയ്യുമ്പോഴത്തേന് ഈ ബ്രിക്ക് വർക്കുമായിട്ട് ഈ കട്ടയായിട്ട് ഡയറക്റ്റ് മണ്ണ് കോണ്ടാക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ മണ്ണിലുള്ള ഈർപ്പം ഈ ഭിത്തി വലിച്ചെടുത്തിട്ട് അത് മുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വിടും. അങ്ങനെയാണ് ഈ റൈസിംഗ് ഡാംനെസ് ഉണ്ടാവാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഡിഫറെൻറ്റ് ലെവൽസ് കൊടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പം രണ്ടാമതായിട്ട് കട്ട കെട്ടി ഒരു ഫ്ലോർ ഹൈറ്റ് പൊക്കി കൊടുക്കുകയാണെങ്കിൽ അതിന് മുകളിൽ നമ്മൾ DPC ചെയ്ത് കൊടുക്കണം. അതായത് 2 ഇഞ്ചോളം കനമുള്ള ഒരു കോൺക്രീറ്റിൻ്റെ ലെയർ കൊടുക്കണം. ആ കോൺക്രീറ്റിൻ്റെ ലെയർ എന്ന് പറയുന്നത് ഈ വെള്ളം വലിച്ച് മുകളിലേക്ക് ക്യാപ്പിലറി ആക്ഷനിൽ പോകുമ്പോൾ തന്നെ അതിനൊരു ക്യാപ്പിലറി ബ്രേക്കറായിട്ട് ആക്ട് ചെയ്തിട്ട് ആ വെള്ളത്തിൻ്റെ മുകളിലേക്കുള്ള പോക്കിനെ ഇത് തടയും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഈ റൈസിംഗ് ഡാംനെസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ കട്ട കെട്ടി നമ്മളൊരു ഫ്ലോർ ലെവൽ കൊടുക്കുകയാണെങ്കിൽ അതിന് ഉൾഭാഗം തേച്ചിട്ട് നമ്മൾ ബിറ്റുമിനസ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് കോട്ടിങ് കൊടുത്തിട്ട് അതിനെ വാട്ടർ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടും ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഈ ബേസ്മെൻറ്റ് നമ്മൾ ഈ കട്ട കൊണ്ട് കെട്ടുന്നതായിട്ട് കാണാം. നമ്മൾ വെട്ടുകല്ലോ അല്ലെ ചുടുകട്ടയോ ഒക്കെ ഉപയോഗിച്ചിട്ട് ബേസ്മെൻറ്റ് ചെയ്യുന്നത് കാണാം. അത്തരത്തിൽ ബേസ്മെൻറ്റ് ചെയ്യുമ്പോഴും ഈ വെള്ളം ഇതുവഴി വലിച്ച് മുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യതയും റൈസിംഗ് ഡാംനെസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയും ഉണ്ടാവും. അപ്പം അത്തരത്തിൽ കട്ട ഉപയോഗിച്ച് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ മുകളിലൊരു DPC പോലെ ഒരു കോൺക്രീറ്റിൻ്റെ ലെയർ ക്യാപ്പിലറി ബ്രേക്കറായിട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ ഉള്ളിൽ വാട്ടർ പ്രൂഫ് ചെയ്ത് അതിനെ സേഫ് ആക്കുകയും ചെയ്യണം. അത്തരത്തിൽ നമ്മൾ ഈ ബ്രിക്ക് ഉപയോഗിച്ചിട്ടുള്ള ഫൗണ്ടേഷൻ്റെ ഏതെങ്കിലും ഭാഗത്തിൽ ബ്രിക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ ഈ റൈസിംഗ് ഡാംനെസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുമ്പ് ഈ പ്ലാസ്റ്ററിങ് പ്രോപ്പറായിട്ട് ഡ്രൈ ആവാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഒരു കട്ട കെട്ടി അത് തേച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 10 ദിവസത്തോളം നമ്മളത് നനച്ചു കൊടുക്കും. നല്ല രീതിയിൽ നനച്ചതിന് ശേഷം അത് പ്രോപ്പറായിട്ട് ഡ്രൈ ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കാതെ നമ്മൾ ഈ പ്രൈമറും പുട്ടിയൊക്കെ ഇട്ട് പെയിൻറ്റിങ് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വെള്ളം എസ്കേപ്പ് ചെയ്യാൻ പറ്റാതെ ഇതിനുള്ളിൽ തന്നെ കിടക്കും. അപ്പോൾ അങ്ങനെ കിടക്കുന്ന വെള്ളം പിന്നീട് പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ പുട്ടിയും ഈ പെയിൻറ്റും ഒക്കെ പൊളിഞ്ഞു പോരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതായത് നമ്മളിപ്പോൾ ഇത് നനച്ച് വെള്ളം ഇതിനുള്ളിലേക്ക് ഗ്രാവിറ്റി കൊണ്ട് ഇത് അടിയിലേക്ക് വരും. ആ അടിയിലേക്ക് വരുന്നതിന് വെളിയിലേക്ക് ഡ്രൈ ആയി പോകാനുള്ള അവസ്ഥ ഇല്ലെങ്കിൽ ഇത് ഗ്രാജുവലി ക്യാപ്പിലറി ആക്ഷൻ കൊണ്ട് മുകളിലേക്ക് പയ്യെ കയറി വരും. ആ വെള്ളമാണ് പിന്നീട് ഈ പുട്ടീനെയും പെയിൻറ്റിനെയൊക്കെ നശിപ്പിക്കുന്ന രീതിയിൽ വെളിയിലേക്ക് വന്ന് റൈസിംഗ് ഡാംനെസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ കട്ട കെട്ടി പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ഡ്രൈ ചെയ്യാനുള്ള ഒരു സമയം കൊടുത്തിട്ട് വേണം നമ്മൾ ഈ പ്രൈമറും പുട്ടിയൊക്കെ അപ്ലൈ ചെയ്തിട്ട് പെയിൻറ്റിങ് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ടൈലൊക്കെ ലേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്യൂറിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, അതിൻ്റെ മേളിൽ തളിച്ചു വിടുന്ന വെള്ളം പ്രോപ്പറായിട്ട് ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ടൈലിൻ്റെ പണി ഫിനിഷ് ചെയ്ത് പോകുന്നതാണ്.
ഇപ്പോൾ നമ്മൾ ടൈല് ലേ ചെയ്യുന്ന സമയത്ത് അറിയാം, ടൈല് ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ സിമെൻറ്റും എംസാൻഡും ഒക്കെ കൂടുന്ന സിമെൻറ്റ് മോട്ടർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സിമെൻറ്റ് മോട്ടറിന് പ്രോപ്പറായിട്ടുള്ള ഒരു ക്യൂറിങ് ഉണ്ടെങ്കിലേ ഉള്ളൂ ഇതിൻ്റെ സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ടൈലിന് മുകളിലേക്ക് വെള്ളം ഒഴിച്ചു വിട്ടിട്ട് അത് ജോയിൻറ്റ് വഴി ഇറങ്ങി ഇതിനൊരു ക്യൂറിങ് സംഭവിക്കുന്ന രീതിയിലാണ് നമ്മൾ ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ ടൈലിന് മേളിൽ വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ ഈ ജോയിൻറ്റ് വഴി വെള്ളം ഒഴുകി ഇതിൻ്റെ അടിയിലൊക്കെ ടൈലിനും ആ ഫ്ലോർ സ്ലാബിനും ഇടയിൽ ഒരു വെള്ളത്തിൻ്റെ ലെയർ ഉണ്ടാവും. അപ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ ജോയിൻറ്റ് ഫില്ലറോ അല്ലെങ്കിൽ എപ്പോക്സിയോ ഒക്കെ ഉപയോഗിച്ച് ഇത് ഫില്ല് ചെയ്ത് ഫിനിഷ് ചെയ്ത് വീട്ടിൽ താമസം തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് കാരണമായിട്ടുള്ള റൈസിങ് ഡാമേജ് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഉള്ളിൽ കിടക്കുന്ന ഈ വെള്ളത്തിന് വേറെ രീതിയിൽ അതിന് വെളിയിലേക്ക് പോകാൻ പറ്റാതെ വരും. അപ്പോൾ അത് സൈഡിലുള്ള ഭിത്തികളിലേക്ക് അത് അബ്സോർബ് ചെയ്യപ്പെട്ടിട്ട് റൈസിങ് ഡാംനെസ് വഴി മുകളിലേക്ക് ഉയർന്നിട്ട് ഈ പുട്ടിയും പെയിൻറ്റും ഒക്കെ പൊളിഞ്ഞു പോരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് ഈ ജോയിൻറ്റ് ഫിൽറ്ററോ എപ്പോക്സിയോ ഒക്കെ വെച്ച് നമ്മളിത് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് പ്രോപ്പറായിട്ട് ഡ്രൈ ആവാനുള്ള, ഇതിനുള്ളിൽ കിടക്കുന്ന വെള്ളം ഡ്രൈ ആകാനായിട്ടുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ധൃതി പിടിച്ച് ഇപ്പോൾ ഹൗസ് വാമിംഗ് ഒക്കെ ഫിക്സ് ചെയ്ത് പെട്ടെന്ന് ഫിനിഷ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിനകത്ത് വെള്ളം കിടന്നിട്ട് ആ വെള്ളം ഈ റൈസിങ് ഡാംനെസ്സിന് കാരണമാകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള റൈസിങ് ഡാംനെസ് എന്ന് പറയുന്ന വീട് പണി നമ്മൾ ഫിനിഷ് ചെയ്ത ശേഷം 1-2 മാസത്തിനകം ഒക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ചില വീടുകളിലൊക്കെ പെട്ടെന്ന് തന്നെ പുട്ടിയും പെയിൻറ്റും ഒക്കെ പൊളിഞ്ഞു പോകുന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. അപ്പോൾ നമ്മൾ ഇതിന് പ്രോപ്പറായിട്ട് ഈ വെള്ളം ഡ്രൈ ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കുക. അതിന് ശേഷം മാത്രം നമ്മൾ ജോയിൻറ്റ് ഫിൽറ്ററോ എപ്പോക്സിയോ ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് പുവർ ക്വാളിറ്റി കോൺക്രീറ്റ് നമ്മൾ പ്ലിന്ത് ബീമിന് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റിന് പ്ലിന്ത് ബീമിന് വേണ്ടി കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഹണി കോമ്പും സെഗ്രിഗേഷനും ഒക്കെ ഒരുപാട് വന്നുകൊണ്ട് കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റി മോശമാണെങ്കിൽ അതിനകത്ത് ഫില്ല് ചെയ്യുന്ന മണ്ണിലെ ഈർപ്പം ഈ ഹണി കോമ്പിലൂടെയൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് ബ്രിക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് റൈസിങ് ഡാംനെസ്സിന് കാരണമായേക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു റൈസിങ് ഡാമേജിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ബിറ്റുമിനസ് കോട്ടിങ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ വാട്ടർ പ്രൂഫിംഗ് കോട്ടിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത്തരത്തിൽ ഇപ്പം ഈ പ്ലിന്ത് ബീമിന് ഉള്ളിലൂടെ മൊത്തം നമ്മൾ ആ ബിറ്റുമിനസ് കോട്ടിങ് കൊടുക്കുമ്പോഴത്തേനും ഈ മണ്ണിലുള്ള വെള്ളം ഈ പ്ലിന്ത് ബീമിലേക്ക് അബ്സോർവ് ചെയ്യുന്നതിന് ഇതിന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പ്ലിന്ത് ബീമിനകത്തുള്ള കമ്പി തുരുമ്പെടുക്കാതിരിക്കാനും അതുപോലെയുള്ള കാര്യങ്ങളിൽ അതിനൊരു പ്രൊട്ടക്ഷനായിട്ടും ഈ കോട്ടിങ് ആക്ട് ചെയ്യും. മെയിനായിട്ടും ഈ പ്ലിന്ത് ബീമിലെ കോൺക്രീറ്റിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന റൈസിങ് ഡാമേജിനെയാണ് നമുക്ക് ഈ ബിറ്റുമിനസ് കോട്ടിങ്, നമ്മളിപ്പോൾ പല വീഡിയോകളിലും കാണുന്ന ബിറ്റുമിനസ് കോട്ടിങ് കൊടുക്കുമ്പോൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിക്കുന്ന മിക്സിങ്ങിൻ്റെ ക്വാളിറ്റിയിലുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്ററിങ്ങിന് മിക്സ് ചെയ്യുമ്പോൾ സിമെൻറ്റും പീസാൻറ്റും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ അത് മിക്സ് ചെയ്തിട്ട് ഒരുപാട് നേരം കഴിഞ്ഞാണ് നമ്മൾ വെള്ളം അതിനകത്തോട് ഉപയോഗിച്ചിട്ട് വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിക്കുന്നെങ്കിൽ അതിന് ക്വാളിറ്റിയിൽ പ്രശ്നം വരാം. അതായത് ഈ സിമെൻറ്റും പീസാൻറ്റും മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിന് ഈ പീസാൻറ്റിലുള്ള ഒരു മോയ്സ്ചർ കണ്ടൻറ്റും ഈ സിമെൻറ്റിലുള്ള ഇതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രേഷൻ പ്രോസസ്സ് നടന്നിട്ട് ചെറിയ രീതിയിലുള്ള സെറ്റിങ് അതിനകത്ത് നടക്കും. അപ്പോൾ തന്നെ ആ സിമെൻറ്റിൻ്റെ ആ ഒരു മിക്സിൻ്റെ ക്വാളിറ്റിയിൽ നമുക്ക് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇതേപോലെയുള്ള മിക്സാണ് നമ്മൾ ഈ പ്ലാസ്റ്ററിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു സീലിംഗ് അതിനകത്ത് ഉണ്ടാവുകയില്ല, പ്രോപ്പറായിട്ടുള്ള ഒരു കോട്ടിങ് അതിനകത്ത് വരികയില്ല. അപ്പം അത്തരത്തിൽ വരുന്ന പ്ലാസ്റ്ററിങ്ങിൽ ഈ വെള്ളം വരുമ്പോൾ അത് അബ്സോർബ് ചെയ്തിരിക്കാനും അത് മുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ പ്രോപ്പറായിട്ടുള്ള മിക്സിങ്ങിലുള്ള പ്ലാസ്റ്ററിങ് ആണെങ്കിൽ അത് വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള സാധ്യത കുറവായിരിക്കും. അതേസമയം മിക്സിങ്ങിലുള്ള പ്രോപ്പർ അല്ലാത്ത മിക്സിംഗ് ആണെങ്കിൽ ഈ വെള്ളം ഈ പ്ലാസ്റ്റിക്കിലേക്ക് അബ്സോർബ് ചെയ്തിരിക്കാനും അത് മുകളിലേക്ക് ഗ്രാജുവലി ട്രാൻസ്ഫർ ചെയ്യാനും അത് റൈസിങ് ഡാംനെസ്സിന് കാരണമാകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള മിക്സിംഗ് ആണോ, പ്രോപ്പറായിട്ടുള്ള രീതിയിലാണോ പ്ലാസ്റ്ററിങ് നടക്കുന്നത്, പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള ക്യൂറിങ് കൊടുക്കുന്നുണ്ടോ, ആ പ്ലാസ്റ്ററിങ്ങിന് അതിനാവശ്യത്തിനുള്ള സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാത്റൂമിലെ ടൈൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ബാത്റൂമിൽ നമ്മൾ ടൈല് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ടൈലുകൾ തമ്മിലുള്ള ജോയിൻറ്റുകൾ ഒന്നെങ്കിൽ ജോയിൻറ്റ് ഫിൽറ്റർ വെച്ച് ഫില്ല് ചെയ്യും, അല്ലെങ്കിൽ എപ്പോക്സി വെച്ച് ഫില്ല് ചെയ്യും. ഈ ജോയിൻറ്റ് ഫിൽറ്റർ വെച്ച് ഫില്ല് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാലത്തിന് ശേഷം ഈ ജോയിൻറ്റ് ഫിൽറ്റർ ആ ഭാഗത്തു നിന്ന് അടർന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ഈ ജോയിൻറ്റ് ഫിൽറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈലിൻ്റെ ഗ്യാപ്പിലൂടെ നമ്മൾ കുളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ബാത്റൂം ഉപയോഗിക്കുന്ന സമയത്തോ ഒക്കെ ഈ വെള്ളം ഗ്രാജുവലി ആ ഗ്യാപ്പിനുള്ളിലൂടെ ഈ ടൈലിൻ്റെയും ഭിത്തിയുടെ ഇടയ്ക്കോട്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഈ ഗ്യാപ്പിലേക്ക് പോകുന്ന വെള്ളം അവിടെ കെട്ടിക്കിടക്കുകയും അത് പയ്യെ പിന്നീട് ഈ ഭിത്തി അബ്സോർവ് ചെയ്യുകയും അത് ഗ്രാവിറ്റി ഉപയോഗിച്ച് ഭിത്തിയുടെ താഴേക്ക് വരികയും ഗ്രാജുവലി അത് ക്യാപിലറി ആക്ഷൻ വഴി മുകളിലേക്ക് ഉയർന്ന് റൈസിങ് ഡാംനെസ്സിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ റൈസിങ് ഡാംനെസ് നമ്മൾ ചില ബാത്റൂമുകളൊക്കെ കാണുമ്പോൾ അറിയാം, ആ ബാത്റൂമിൻ്റെ ഭിത്തിയുടെ വെളിയിൽ മാത്രം ഈ പുട്ടിയും പെയിൻറ്റും ഒക്കെ പൊളിഞ്ഞ് ഒരു റൈസിങ് ഡാംനെസ് വന്നിരിക്കുന്ന ഒരു അവസ്ഥ കാണും. അപ്പോൾ അത് ഇത്തരത്തിൽ ഈ ടൈലിൻ്റെ ഇടയിലൂടെ വെള്ളം ഉള്ളിലേക്ക് പോകുന്ന വെള്ളമാണ് അതവിടെ കെട്ടിക്കിടന്നിട്ട് ഈ റൈസിങ് ഡാംനെസ്സിന് കാരണമാകുന്നത്.
അപ്പോൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ബാത്റൂം എല്ലാം ടൈല് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫിങ് കൊടുക്കാം. അതിലൂടെ നമുക്ക് ഒരു പരിധിവരെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൈലിൻ്റെ ജോയിൻറ്റിൽ നമ്മൾ ജോയിൻറ്റ് ഫിൽറ്റർ വെക്കുന്നതിന് പകരം ഗ്യാപ്പ് കൂട്ടി 3 mm അല്ലെങ്കിൽ 4 mm ഒക്കെ സ്പേസർ ഉപയോഗിച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് അവിടെ എപ്പോക്സി ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഈ എപ്പോക്സി ഫില്ല് ചെയ്യുന്നതിലൂടെയും വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നതിലൂടെയും നമുക്ക് ഒരു പരിധിവരെ ഈ ഒരു ബാത്റൂമിൽ ഉണ്ടാകുന്ന ഈ ഡാംനെസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഏഴാമത്തെ കാര്യങ്ങൾ നമ്മൾ എക്സ്റ്റീരിയർ പ്ലാസ്റ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മളിപ്പം പുതിയ വീടുകളൊക്കെ പലതും പണിയുന്ന സമയത്ത് നമ്മൾ ഈ തറയ്ക്ക് ബോർഡർ ഒന്നുമില്ലാതെ ഭിത്തി പ്ലെയിൻ ആയിട്ട് വന്ന് താഴെ വരെ മുട്ടുന്ന രീതിയിൽ നമ്മളത് ചെയ്യാറുണ്ട്. അത് ചില ഡിസൈൻ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആവശ്യമാണ്. തറയ്ക്ക് ബോർഡർ ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിന് ഭംഗി ഉണ്ടായില്ല. ഇത്തരത്തിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ പ്ലിന്തിന് ബോർഡർ ഒന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് പ്ലാസ്റ്റർ ചെയ്ത് ഗ്രൗണ്ട് ലെവൽ വരുമ്പോഴത്തേനും ഇപ്പോൾ ഈ ഗ്രൗണ്ടിലുള്ള മണ്ണുമായിട്ട് ഈ പ്ലാസ്റ്ററിങ്ങിന് ഒരു കോൺടാക്റ്റ് വരികയും ആ മണ്ണിലുള്ള ഈർപ്പത്തിന് ഈ പ്ലാസ്റ്ററിങ് വലിച്ചെടുത്ത് ക്യാപിലറി ആക്ഷൻ വഴി മുകളിലേക്ക് പോരുകയും ചെയ്യാം. അതുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഈ തറയുടെ ഭാഗത്തൊക്കെ ഈ പെയിൻറ്റ് പൊളിഞ്ഞു പോരുന്ന പോലെ ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അത് ഇങ്ങനെ വരുന്ന പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പ്ലിന്തിന് ചെറിയൊരു ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവിടം കൊണ്ട് ആ തറയുടെ അവിടം കൊണ്ട് ഇത് ബ്രേക്ക് ആവും, മുകളിലെ ഭിത്തിയിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാത്ത രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഈ തറയായിട്ട് അല്ല ഗ്രൗണ്ട് ലെവലുമായിട്ട് ഈ പ്ലാസ്റ്റിക് വന്ന് മുട്ടുന്ന ഏരിയകളിൽ നമ്മൾ കുറച്ച് ഏരിയ ഒരു വാട്ടർ പ്രൂഫിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം അങ്ങോട്ട് കോണ്ടാക്റ്റ് വന്ന് വലിച്ച് മുകളിലേക്ക് പോകുന്നതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടും പറ്റും. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എക്സ്പോസ്ഡ് വാളാണ്. അതായത് നമ്മുടെ വീടിൻ്റെയൊക്കെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് ചിലപ്പം എക്സ്പോസ്ഡ് ആയിട്ടുള്ള പ്ലെയിൻ വാളുകൾ നമ്മൾ എക്സ്റ്റീരിയറിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് ഷെയ്ഡുകളൊന്നും ഉണ്ടാവാറില്ല. ചിലപ്പം മഴ ഡയറക്റ്റ് അല്ലെ വെള്ളം ഡയറക്റ്റ് വീഴുന്ന രീതിയിലായിരിക്കും ഇത്തരത്തിലുള്ള വാൾസ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള വാൾസിൽ വെള്ളം വീഴുമ്പോഴത്തേനും ഇതിൻ്റെ ആ പ്ലാസ്റ്ററിങ് ആദ്യം ഈ വെള്ളത്തിനെ അബ്സോർവ് ചെയ്യും. അത് കഴിഞ്ഞ് അത് ബ്രിക്ക് വർക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബ്രിക്ക് വർക്കിൽ നിന്ന് ഇത് ഗ്രാവിറ്റി മൂലം താഴേക്ക് വരും. അങ്ങനെ താഴെ ഇത് സ്റ്റോർ ചെയ്യും. ഈ താഴെ സ്റ്റോർ ചെയ്ത വെള്ളം എന്ന് പറയുന്നത് ഒരു കുറച്ച് കഴിയുമ്പോഴത്തേനും ഇത് ഗ്രാജുവലി ക്യാപിലറി ആക്ഷൻ വഴി മുകളിലേക്ക് ഉയർന്നിട്ട് ഭിത്തിയുടെ രണ്ട് സൈഡിലേക്ക്, അത് പുറത്തേക്കും അകത്തേക്കും റൈസിങ് ഡാമേജ് ഉണ്ടാക്കാനായിട്ടുള്ള കാരണങ്ങളാവും. അപ്പോൾ ഈ പെയിൻറ്റും പുട്ടിയും ഒക്കെ രണ്ട് സൈഡിലും പൊളിഞ്ഞു പോരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെ ഇപ്പം നമുക്ക് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിലപ്പോൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വാളുകൾ കൊടുക്കേണ്ടി വരും. ഡയറക്റ്റ് സൺലൈറ്റും മഴയൊക്കെ വരുന്ന വാളുകൾ നമ്മൾ ചിലപ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് പ്രോപ്പറായിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് ട്രീറ്റ്മെൻറ്റിലൂടെ എക്സ്റ്റീരിയറിൽ പ്രോപ്പറായിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫിംഗ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഈ വെള്ളം ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലാണ് നമുക്ക് ഇങ്ങനെ വരുന്ന ഈ ഒരു റൈസിങ് ഡാംനെസ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നമ്മൾ ഈ പറഞ്ഞ 8 കാര്യങ്ങളും നമ്മളൊരു പുതിയ വീട് പണിയുന്ന സമയത്ത് നമുക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റൈസിങ് ഡാംനെസ്സിനെ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ നിലവിലുള്ള വീടുകളിൽ ഇതുപോലത്തെ തന്നെ ഡാംനെസ്സിൻ്റെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിനെയും നമുക്ക് ചില മെത്തേഡുകളിലൂടെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഫ്ലോർ ലെവലിൻ്റെ കാര്യം പറഞ്ഞു. ആദ്യത്തെ പല ഡിഫറെൻറ്റ് ഫ്ലോർ ലെവൽ വരുന്നതുകൊണ്ട് ഈ മണ്ണ് ഭിത്തിയായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വന്നിട്ട് റൈസിങ് ഡാംനെസ് ഉണ്ടാകുന്ന ഒരവസ്ഥ. അപ്പോൾ അതാണ് നമ്മളൊരു നിലവിലുള്ള എക്സിസ്റ്റിംഗ് വീടുകളിലെ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം. അതായത് ആ വീട് പണിത സമയത്ത് ചിലപ്പം ആ തറ കെട്ടിയതിൻ്റെ രീതി കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ DPC പോലെ ബെൽറ്റുകളോ കോൺക്രീറ്റ് ബെൽറ്റുകളോ DPC ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഈ മണ്ണിലുള്ള ഈർപ്പം ഭിത്തിയായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വന്നിട്ട് അത് മുകളിലേക്ക് കയറി വരുന്ന ഒരു അവസ്ഥ. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് ഈ കെമിക്കൽ DPC ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ വീടിൻ്റെ ഫൗണ്ടേഷൻ തൊട്ട് മുകളിൽ പലതായിട്ട് ഡ്രില്ല് ചെയ്ത് ഹോളുകൾ ഇട്ടിട്ട് അതിനകത്തേക്ക് ഒരു കെമിക്കൽ DPC ഇഞ്ചക്ട് ചെയ്യും. അപ്പോൾ അത് ആ ഫ്ലോർ ലെവലിലേക്ക് മൊത്തം സ്പ്രെഡ് ചെയ്തിട്ട് അത് വാട്ടറിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന വാട്ടറിൻ്റെ ക്യാപിലറി ആക്ഷൻ വഴി മുകളിലേക്ക് പോകാൻ തടയുന്ന ഒരു ക്യാപിലറി ബ്രേക്കറായിട്ട് ആക്ട് ചെയ്തിട്ട് ഈ റൈസിങ് ഡാംനെസ്സിനെ കൺട്രോൾ ചെയ്യും. എക്സിസ്റ്റിംഗ് വീടുകളിൽ ഉണ്ടാകുന്ന വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാത്റൂമിലെ ഞാൻ പറഞ്ഞ ജോയിൻറ്റ് ഫിൽറ്റർ ഇളകി പോയിട്ട് ടൈലിനിടയിലൂടെ വെള്ളം വന്നിട്ട് അത് റൈസിങ് ഡാംനെസ്സിന് കാരണമാകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗ്ഗം എന്ന് വെച്ചാൽ ടൈലെടുത്ത് കളഞ്ഞിട്ട് വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് പിന്നെയും ടൈൽ ഒട്ടിക്കുക എന്നുള്ളതാണ്. അത് എല്ലാവരെ കൊണ്ടും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കുകയില്ല. അപ്പോൾ വേറൊരു മെത്തേഡ് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ടൈലുകൾ തമ്മിലുള്ള ജോയിൻറ്റുകളെ നമ്മൾ ഈ ടൈലിൻ്റെ കട്ടർ ബ്ലേഡ് വെച്ചിട്ട് ഒരു വലിപ്പം കൂട്ടി ഒരു എപ്പോക്സി ഫില്ല് ചെയ്യാനുള്ള ഒരു വലിപ്പത്തിലാക്കി വെക്കും. അതിനുശേഷം ആ ജോയിൻറ്റ് വഴിയെല്ലാം നമ്മൾ എപ്പോക്സി ഫില്ല് ചെയ്യും. ആ എപ്പോക്സി പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുന്നതിലൂടെ ഈ വെള്ളം പെനട്രേറ്റ് ചെയ്ത് ആ ഭിത്തിയിലേക്ക് പോകുന്നതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുവഴി ഈ റൈസിങ് ഡാംനെസ്സിനെയും നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ നിലവിലുള്ള വീടുകളിൽ വേറെ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എക്സ്റ്റീരിയർ വാളിലൊക്കെ മഴ നനഞ്ഞിട്ട് ആ വെള്ളത്തിനെ ഇത് അബ്സോർബ് ചെയ്തിട്ട് ഈ ഡാംനെസ്സിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതും നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു വാട്ടർ പ്രൂഫിങ്ങിലൂടെ ഇപ്പോൾ എക്സ്റ്റീരിയറിൽ ഇപ്പോൾ പെയിൻറ്റ് ഉണ്ടെങ്കിൽ കൂടി പെയിൻറ്റിന് മുകളിലൂടെ അടിക്കാൻ പറ്റുന്ന വാട്ടർ പ്രൂഫിംഗ് കോട്ടിങ്ങുകളുണ്ട്, അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ബേസ്ഡ് പെയിൻറ്റുകളുമുണ്ട്. അത്തരത്തിലുള്ള പെയിൻറ്റുകളോ അല്ലെങ്കിൽ വാട്ടർ പ്രൂഫിംഗ് മെത്തേഡുകളോ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്റ്റീരിയർ വാളിലൂടെ ഈ വെള്ളത്തിനെ അബ്സോർബ് ചെയ്ത് റൈസിങ് ഡാംനെസ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രശ്നത്തിനെയും പരിഹരിക്കാനായിട്ട് പറ്റും. ഈ വീഡിയോയിലൂടെ ഞാൻ റൈസിങ് ഡാംനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു വീട് പണിയുമ്പോഴോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് വീട്ടിലോ ഒക്കെ ഈ റൈസിങ് ഡാംനെസ്സിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എന്ത് കാരണം
എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഡിസിഷൻ ആരുടെയും സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് എടുക്കാനും ഈ വീഡിയോയിലൂടെ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഫേസ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.